നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. ആദ്യം മലയാള മനോരമയാണ്. മനോരമയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത PSC നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പ്രഹസനമാണ് PSC എന്ന തലക്കെട്ടോടു കൂടിയാണ് മലയാള മനോരമ ആ വാർത്ത നൽകിയിട്ടുള്ളത്. കാലാവധി തീരാറായ റാങ്ക് ലിസ്റ്റുകളിൽ പോലും നിയമനം 30-40% മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു ബുള്ളറ്റിൻ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്. PSC അംഗങ്ങളുടെ ശമ്പളം കൂട്ടാനുള്ള ഉത്സാഹം സുപ്രധാന റാങ്ക് പട്ടികകളിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്ന കാര്യത്തിൽ സർക്കാരിനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത തുടങ്ങുന്നത്. അതേസമയം തന്നെ മുഖ്യ തസ്തികകളിൽ നിയമനം ഇതുവരെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമായും നിയമനം നടന്ന തസ്തികകളെല്ലാം തന്നെ തരം തിരിച്ച് ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ബോക്കോ ലിസ്റ്റിൽ 1619 പേർ നിയമനം വട്ടപൂജ്യം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ്സ്റ്റോറി നൽകുന്നുണ്ട്. അതേസമയം തന്നെ അതിനോടൊപ്പം തന്നെ KV തോമസിന്റെ യാത്രാപത്ത 11.31 ലക്ഷമാക്കാൻ ശുപാർശ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ്സ്റ്റോറിയും നൽകുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ശമ്പളമില്ലാതെ 16,000 എയ്ഡഡ് സ്കൂൾ അധ്യാപകർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. സ്ഥിര നിയമനാംഗീകാരം വൈകുന്നു, നടപടിയില്ലാതെ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് ബുള്ളറ്റിൻ നൽകുന്നത്. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ശമ്പളം പോലുമില്ലാതെ വർഷങ്ങളായി നിയമനാംഗീകാരം കാത്തുകഴിയുന്നത് 14,000 അധ്യാപകർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. ഭിന്നശേഷി ഒഴിവ് സർക്കാരിനെ നിയമിക്കാമെന്ന നിർദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സ്റ്റോറിയും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നൽകുന്നുണ്ട്. മലയാള മനോരമയിൽ ചിത്രങ്ങൾ സഹിതം പങ്കുവച്ചിട്ടുള്ള മറ്റൊരു വാർത്ത, ഓണറേറിയത്തിൽ വർധന ആവശ്യപ്പെട്ട് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ ഭാഗമായുള്ള മഹാസംഗമത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്തയും ചിത്രവും നൽകുന്നുണ്ട്. അതുകൂടാതെ തന്നെ മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ മലയാളി സ്റ്റേഷൻ മാസ്റ്റർ ട്രെയിനിൽ കയറവെ വീണു മരിച്ചു എന്ന് പറയുന്ന വാർത്തയാണ്. നീങ്ങിത്തുടങ്ങിയ ട്രെയിനിൽ കയറാൻ ശ്രമിച്ച മലയാളി സ്റ്റേഷൻ മാസ്റ്റർ കാൽ വഴുതി ട്രെയിനിനടിയിൽ വീണ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. അടുത്തത് ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത UGC കരട് ഭേദഗതിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഒറ്റക്കെട്ടായി പ്രതിഷേധം എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുകയും ചെയ്യുന്ന UGC കരട് റെഗുലേഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദേശീയ സെമിനാറിൽ പ്രമേയം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. ഗവർണർമാർ രാഷ്ട്രീയം കളിക്കുന്നു എന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളും നിയമപരമായും ഭരണഘടനാപരമായും നീങ്ങണമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകളും കോട്ട് ചെയ്തുകൊണ്ടാണ് ദീപിക വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടതിലധികം എന്ന് പറഞ്ഞുകൊണ്ട് KV തോമസിന്റെ യാത്രാപത്ത കൂട്ടാൻ ശുപാർശ. സർക്കാർ പ്ലീഡർമാർക്കും കോളടിച്ചു. PSC അംഗങ്ങളുടെ ശമ്പള വർധന മുൻകാല പ്രാബല്യം ജനുവരി മുതൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 മേഖലകളിലുണ്ടായ വർധനവിനെ സംബന്ധിച്ച വാർത്ത നൽകുന്നുണ്ട്. ലോക്പാൽ ഉത്തരവിന് സുപ്രീംകോടതി സ്റ്റേ എന്ന വാർത്തയാണ് അടുത്തത്. ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ പരാതികൾ സ്വീകരിക്കാമെന്ന ലോക്പാൽ ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത ആരംഭിക്കുന്നത്. മറ്റൊന്ന്, മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി, നന്നായി ഉറങ്ങി, ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത പ്രധാനമായി തന്നെ ഫ്രണ്ട് പേജിൽ മുകളിലായി തന്നെ നൽകുന്നുണ്ട്. ന്യൂമോണിയ ബാധിച്ച് റോമിലെ ജെമല്ലി പോളിക്ലിനിക് ആശുപത്രിയിൽ തുടരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് വത്തിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത, വേണ്ടപ്പെട്ടവർക്ക് വീണ്ടും ആനുകൂല്യ ശമ്പള ദാനം എന്ന് പറഞ്ഞുകൊണ്ട് PSCയും അതുപോലെ തന്നെ KV തോമസിന്റെ യാത്രാപത്ത അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മറ്റൊന്ന്, ഭൂമി തരംമാറ്റം ഹൈക്കോടതി വിധി റദ്ദാക്കി, ജനത്തെ പിഴിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. ഭൂമി തരംമാറ്റത്തിൽ ഹൈക്കോടതി വിധി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വാർത്ത, 25 സെന്റിൽ കൂടുതലുള്ള നെൽവയലുകളും തണ്ണീർത്തടങ്ങളും അടക്കം തരംമാറ്റുമ്പോൾ മുഴുവൻ സ്ഥലത്തിനും ഫീസ് ഈടാക്കണമെന്ന് സുപ്രീം കോടതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. സാമ്പത്തിക നഷ്ടമെന്നാണ് സർക്കാരിന്റെ വാദം എന്ന് പറയുന്നതും 30 സെന്റ് ആണെങ്കിൽ ഫീസ് 30,000 രൂപ എന്ന് പറയുന്ന 2 സബ് സ്റ്റോറി നൽകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. മറ്റൊന്ന്, മീറ്റർ ഇല്ലെങ്കിൽ ഓട്ടോയിൽ സൗജന്യ യാത്ര. മാർച്ച് 1 മുതൽ ഓട്ടോറിക്ഷകളിൽ ഫയർ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ല എങ്കിൽ യാത്ര സൗജന്യമാകും. ഇത് സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജ് സർക്കുലർ ഇറക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. മറ്റൊന്ന്, ഇൻവെസ്റ്റ് കേരളയ്ക്ക് ഇന്ന് തുടക്കം എന്ന വാർത്തയാണ്. വലിയ പ്രാധാന്യത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നുണ്ട്. മറ്റൊന്ന്, കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി നടന്ന മഹാസംഗമത്തിന്റെ ചിത്രങ്ങളും കേരള കൗമുദി പങ്കുവച്ചിട്ടുണ്ട്. അടുത്തത് ജന്മഭൂമിയാണ്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ദില്ലിയുടെ ഹൃദയത്തിൽ BJP എന്ന് പറഞ്ഞുകൊണ്ട് രേഖ ഗുപ്ത അധികാരമേറ്റതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ ജനസഞ്ചയത്തെ സൂചിപ്പിക്കുന്ന മറ്റൊരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ശമ്പള ധൂർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ
PSCയുമായി ബന്ധപ്പെട്ട വാർത്ത വലിയ പ്രാധാന്യത്തിൽ ജന്മഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ നൽകുന്നുണ്ട്. KV തോമസിന് 5 ലക്ഷം കൂട്ടി, പിന്നാലെ സർക്കാർ അഭിഭാഷകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഹൈലൈറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ, കഴിഞ്ഞ ദിവസം നബി സുമ മണാലിയിൽ പോയതുമായി ബന്ധപ്പെട്ട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടൊരു മുസ്ലിം പണ്ഡിതൻ രംഗത്ത് വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഭർത്താവ് മരിച്ചാൽ വീട്ടിലിരുന്നൂടെ എന്ന ചോദ്യമായിരുന്നു. മുസ്ലിം പണ്ഡിതന്റെ ചോദ്യത്തിൽ നബി സുമയുടെ മണാലി സന്തോഷത്തിന്റെ മഞ്ഞുരുകി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഡൽഹിയിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം, കേരളത്തിൽ ഒരു വനിത മണാലിയിൽ യാത്ര പോയതിൽ മുസ്ലിം പണ്ഡിതൻ രോഷാകുലനായ ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്പാരിസൺ സ്റ്റോറിയാണ് ജന്മഭൂമി നൽകിയിട്ടുള്ളത്. മറ്റാരുടെ വിജയമായിരുന്നു അവരുടെ ലക്ഷ്യം, സൂചന നൽകി ട്രംപ്. USAID ഫണ്ടിംഗ് മോദിയെ അട്ടിമറിക്കാൻ വിദേശ ഏജൻസികൾ ഇടപെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. അടുത്തത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ, പട നയിച്ച് കേരളം എന്ന് പറഞ്ഞുകൊണ്ട് VC നിയമന അധികാരവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നുണ്ട്. എന്തെല്ലാമാണ് പ്രധാന നിർദ്ദേശങ്ങൾ എന്നെല്ലാം സൂചിപ്പിക്കുന്ന തരത്തിൽ മറ്റൊരു സബ് സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. ക്ഷേമ പെൻഷൻ അടുത്തയാഴ്ച 1 ഗഡു കൂടി അനുവദിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത കൂടെ നൽകുന്നുണ്ട്. 812 കോടിയാണ് അനുവദിച്ചത് എന്നൊരു ഹൈലൈറ്റ് അതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. ട്രെയിൻ മാസ്റ്റർ ട്രെയിനിനടിയിൽപ്പെട്ട് മരിച്ച വാർത്ത വലിയ പ്രാധാന്യത്തിൽ തന്നെ ദേശാഭിമാനിയും നൽകുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, കോൺഗ്രസ് നേതാക്കളുടെ തമ്മിലടി, ഇത് ശരിയാകില്ല, ഹൈക്കമാൻഡിനെ സമീപിക്കാൻ ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ തീരുമാനവും ലീഗിൻ്റെ യോഗമെടുത്ത തീരുമാനമെല്ലാം തന്നെ വാർത്തയെ നൽകുന്നുണ്ട്. തരൂരിനെ പരിഹസിച്ച് സതീശൻ, അദ്ദേഹം വലിയവൻ എന്ന സതീശൻ്റെ വാക്കുകൾ മറ്റൊരു സബ് സ്റ്റോറിയായി ദേശാഭിമാനി നൽകുന്നുണ്ട്. മാതൃഭൂമിയാണ്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ, ഭൂമി തരം മാറ്റൽ, ഭൂവുടമകൾക്ക് തിരിച്ചടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നത്. 25 സെന്റിൽ കൂടുതലെങ്കിൽ മുഴുവൻ സ്ഥലത്തിനും ഫീസ് അടയ്ക്കണം, ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ട് നടത്തിയ മഹാസംഗമത്തിൻ്റെ ചിത്രം പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ ആശയറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്യാപ്ഷൻ നൽകിയിട്ടുള്ളത്. രേഖ ഗുപ്ത അധികാരമേറ്റതുമായി ബന്ധപ്പെട്ട വാർത്തയും മാതൃഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ നൽകുന്നുണ്ട്. സ്ത്രീധനം ആവശ്യപ്പെട്ടില്ല എങ്കിലും IPC 498A നിലനിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 498A പ്രകാരമുള്ള കുറ്റത്തിന് സ്ത്രീധനം ആവശ്യപ്പെട്ടിരിക്കണമെന്ന് നിർബന്ധമില്ല എന്ന് സുപ്രീം കോടതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, വിനോദയാത്ര ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്ന് നഫീസുമ്മ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നുണ്ട്. കൂടാതെ തന്നെ ലൈസൻസ് ഉദാരമാക്കും വീടുകളിലെ സംരംഭങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാർത്തയാണ്. വാർത്തയിലേക്ക് വരുമ്പോൾ, വീടുകളിലെ ചെറുകിട സംരംഭങ്ങൾക്ക് ഇനി ലൈസൻസോടെ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. ഏറ്റവും ഒടുവിലെത്തിയത് മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത, വ്യവസായ സംരംഭങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസ് വേണ്ട, ഇളവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. കേരളത്തിൽ വ്യവസായങ്ങൾ തുടങ്ങാൻ തദ്ദേശ സ്ഥാപന ചട്ടങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാരിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ വ്യവസായ കാറ്റഗറികളിൽ ഉൾപ്പെടുന്ന 2 വിഭാഗങ്ങൾക്കാണ് ഇളവ് ബാധകം എന്ന് പറഞ്ഞുകൊണ്ട് MP രാജേഷിൻ്റെ വാക്കുകൾ നൽകുന്നുണ്ട്. അധ്യാപികയുടെ ആത്മഹത്യ, ആരോപണവുമായി പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത അധ്യാപികയ്ക്ക് 5 വർഷം ജോലി ചെയ്തിട്ടും 1 രൂപ പോലും ശമ്പളം മാനേജ്മെൻറ്റ് നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ വാക്കുകൾ വലിയ പ്രാധാന്യത്തിൽ തന്നെ സബ് സ്റ്റോറിയായി നൽകുന്നുണ്ട്. ആരോപണം അടിസ്ഥാനരഹിതം എന്ന് പറഞ്ഞുകൊണ്ട് രൂപതയുടെ വാക്കുകളും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ UGC കരട് റെഗുലേഷൻ പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ ആവശ്യം ഭരണഘടനയുടെ ഫെഡറൽ ഘടനയെ ഗുരുതരമായി വെട്ടിച്ചുരുക്കുന്നതും നിയമത്തിൻ്റെ പരിധി ലംഘിക്കുന്നതുമാണ് UGCയുടെ 2025 കരട് റെഗുലേഷൻ എന്നും ഇത് അടിയന്തരമായി പിൻവലിക്കണമെന്നും കേരളം സംഘടിപ്പിച്ച ദേശീയ കൺവെൻഷൻ സംയുക്ത പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് വലിയ പ്രാധാന്യത്തിൽ മാധ്യമം നൽകുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.